യമനിലെ ഹൂത്തികൾ ഇസ്രയേലിനെ പ്രേതം പോലെ വീണ്ടും പിന്തുടരുകയാണ്. ഇസ്രയേലിലേക്കുള്ള എല്ലാ ചരക്ക് കപ്പലുകളെയും ഉപരോധിച്ചിരിക്കുകയാണ് ചെങ്കടലിൽ ഹൂത്തികൾ. ഇപ്പോൾ ഇസ്രയേലിലേക്ക് ചരക്ക് കപ്പലുകൾ എത്തിക്കാൻ വലിയ രൂപത്തിലുള്ള പ്രയാസം നേരിടുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിമാനത്താവളമാണ് ബെൻഗുരിയോൻ എയർപോർട്ട് എന്നറിയപ്പെടുന്നത്. ഈ എയർപോർട്ടിലേക്ക് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാന കമ്പനികളും സർവീസ് റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 തവണ ഹൂത്തികൾ അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ലക്ഷ്യം വെച്ചത് ഈ എയർപോർട്ടിനെതിരെയാണ്. ഈ എയർപോർട്ട് ലക്ഷ്യം വെക്കുന്നതിൽ വലിയ പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കമാണ് അവർ നടത്തുന്നത്. അതായത് അന്താരാഷ്ട്ര തലങ്ങളുമായിട്ടുള്ള വ്യോമ ബന്ധങ്ങൾ തകർക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇതിനൊരു പരിഹാരം ഇപ്പോഴും അമേരിക്കക്കും ഇസ്രയേലിനും കാണാൻ സാധിച്ചിട്ടില്ല. അമേരിക്ക യമനിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാദയിലും ജോഫിലും അതുപോലെ ഹുദൈദ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ശക്തമായ ആക്രമണം നടത്തുമ്പോഴും ഹൂത്തികളുടെ പ്രത്യാക്രമണം നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏകദേശം 2000 കിലോമീറ്ററുകൾക്ക് അപ്പുറം നിൽക്കുന്ന ഇസ്രയേലിനെയാണ് യമനിലെ ഹൂത്തികൾ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈലുകൾ തടയുന്നതിലും ആ മിസൈലുകൾ പതിക്കുന്നതും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതാണ് ഏറെ അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്നത്. അമേരിക്ക പറയുന്നത് ഈ മിസൈലുകൾ കടന്നു പോകാൻ അനുവദിക്കുക, കാരണം ഈ മിസൈലുകളെ തടുക്കാൻ, യമനിലെ ഹൂത്തികളുടെ ഈ മിസൈലുകളെ തടുക്കാൻ കാരണം അത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇതിന് ഹേറ്റ്സ് 2 അല്ലെങ്കിൽ 3 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കേണ്ടത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് തന്നെ മില്യൺ കണക്കിന് ഡോളറാണ് ചെലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തടയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അമേരിക്കക്കാർ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, ഇനി ഇറാനുമായിട്ടുള്ള ഒരു സംഘട്ടനത്തിന്റെ സാഹചര്യം ഉണ്ടായാൽ, ഇറാന്റെ തിരിച്ചടിയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മിസൈലുകൾ കൂടുതലായി ആവശ്യം വരും. എന്നാൽ ഈ മിസൈലുകൾ വലിയ രൂപത്തിലുള്ള ചെലവ് വരുന്നു എന്ന് മാത്രമല്ല, ഇത് ഉണ്ടാക്കുക എന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല. നിശ്ചിതമായ ക്വാണ്ടിറ്റികളും ആണ് ഈ മിസൈലുകൾ ഉള്ളത് എന്നതാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിന് നൽകുന്ന നിർദ്ദേശം. ഈ കാര്യം ഇസ്രയേലിന്റെ 24 ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യമനിലെ ഹൂത്തികളെ എന്ത് വില കൊടുത്തും തകർക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി 2ാമത്തെ ഒരു നാവിക സംഘവും യമനിന്റെ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകളും അതിനോട് കൂടെ പ്രവർത്തിക്കുന്ന മറ്റുള്ള ഡിസ്ട്രോയറുകളും എല്ലാമാണ് കൂടെയുള്ളത്. മറ്റൊരു നാവിക ഗ്രൂപ്പ് കൂടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലിലേക്ക് എന്ന വാർത്ത വരുന്നു. യമനിലെ ഹൂത്തികളെ ഏതർത്ഥത്തിലും തകർക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാനോട് എല്ലാവിധ പിന്തുണയും ഹൂത്തികൾക്ക് നൽകുന്നത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹൂത്തികൾ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം മാത്രമാണ് ആക്രമിക്കുന്നത്. അത് ഇറാനുമായി ബന്ധപ്പെട്ട് അല്ല എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് ട്രംപിന് ഇന്ന് ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭീഷണി കൊണ്ട് ഇറാന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. അങ്ങനെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരു രാഷ്ട്രമല്ല ഇറാൻ എന്നാണ്. അതുകൊണ്ട് 2 മാസത്തെ സമയം നൽകി പിന്നീട് ആക്രമിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുർക്കിയിൽ അതിശക്തമായ പ്രക്ഷോഭം തുടരുകയാണ്. ഇസ്തംബൂളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി അണിനിരന്നിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും രൂപത്തിൽ റോഡുകളിൽ അണിനിരക്കുന്ന റോഡിന്റെ തെരുവുകളിലുള്ള ഭീകരർക്ക് രാഷ്ട്രം കൈമാറാൻ ഒരിക്കലും കഴിയില്ല. അത്തരത്തിലുള്ള വ്യോമാഹം മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഉർദുഖാൻ പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ തെരുവുകളിൽ നിന്ന് കിട്ടിയ രാഷ്ട്രമല്ല തുർക്കിയെന്നും തെരുവിലുള്ള ഭീകരന്മാർക്ക് കൈമാറേണ്ട രാഷ്ട്രമല്ല എന്നും അദ്ദേഹം പ്രതിഷേധത്തിനെതിരെ തുറന്നടിച്ചു. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യക്തമായ കൈകളുണ്ട് എന്ന ആരോപണം ഉയരുന്നു. ഉർദുഖാനെ വകവരുത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ പല വിദഗ്ധരായ ആളുകളും സൂചിപ്പിക്കുന്നു.